സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു ബ്രാൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നതേ നമ്മൾ കലവറ നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് നേരെ തടയുന്ന നമ്മുടെ ടൈഗർ പ്രോൺസിലേക്കാണ്. എന്തൊരു ചക്ക പ്രോൺസ് ആണെന്ന് നോക്കിയേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ പൈനാപ്പിള് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പഞ്ചസാര കാണുന്നുണ്ട്, സോസ് കാണുന്നുണ്ട്, ബട്ടർ കാണുന്നുണ്ട്. അങ്ങനെ പലതരം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഷെഫിനെയും ഗസ്റ്റിനെയും ഇൻവൈറ്റ് ചെയ്യണ്ടേ. ആദ്യം തന്നെ നമ്മുടെ ഷോയിൻ്റെ ഓൾ ആൻഡ് ഓൾ ആയിട്ടുള്ള നമ്മുടെ മാജിക് ഷെഫ് ഡൈൻ ലൈക്ക് കുക്കിംഗ് ആൻഡ് കഴിപ്പിക്കുക എക്സ്ട്രീം ആയിട്ട് നമ്മുടെ എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് എന്നാണ് ഇന്നത്തെ വെറൈറ്റി ഇൻട്രോ ആണ് ഡാൻഡ് ചെയ്തേക്കുന്നത്. അതെ, എന്തൊക്കെയാണ് ഷെഫ് വിശേഷങ്ങൾ? കഴിപ്പിക്കുക. അതായത് ഇപ്പൊ എന്റെയും ഒരു ടാഗ് ലൈൻ. കുഴപ്പമുണ്ടോ? ഞാൻ ആ ടാഗ് ലൈൻ ഒന്ന് എടുത്താൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പക്ഷെ താങ്കൾ കഴിപ്പിക്കാറുണ്ടോ? ഞാൻ എന്നെ തന്നെ കഴിപ്പിക്കും. അതാണ് നമ്മുടെ ഒരു ഭയങ്കര എക്സൈറ്റഡ്. എന്തൊക്കെ പ്രിപ്പയർ ചെയ്തു. ഇന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പ്രിപ്പയർഡ് ആവാത്തത് എൻ്റെ എല്ലാം ഞാൻ ഇപ്രാവശ്യം പ്രിപ്പയർഡ് ആയിട്ട് വന്നേക്കുന്നത്. എന്നാലും എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ മുഖത്ത് കാണിക്കാൻ ആദ്യം എനിക്ക് ഷെഫിനെ മാത്രമായിരുന്നു. ഷെഫായിരുന്നു ഇങ്ങനെ തങ്കടിച്ചിട്ട് ഇതായിക്കൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ എപ്പിസോഡിൽ ഗസ്റ്റും കൂടെ എന്നെ തളർത്തി കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഉഷാറോട് കൂടെ നിൽക്കണം എന്ന്. കാരണം നമ്മളെല്ലാവരും ഒന്ന് ഉഷാറാവണം. കാരണം വരാൻ പോകുന്നത് കിഷോറാണ്. അതെ, അത് പൊളിയായിരുന്നു. നമ്മൾക്ക് കിഷോറേട്ടനെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, കഴിഞ്ഞ എപ്പിസോഡ് ഈ മറ്റേ നമ്മള് തൂക്കി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ അടിച്ച് പൊളിച്ച് എന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. ഞാൻ പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു എപ്പിസോഡ്. ഏറ്റവും ബെസ്റ്റ് അത് ഞാൻ പറയാൻ പോകുന്നത്. സൂര്യ കോമഡിയിൽ ഇതുവരെ നമ്മുടെ കുക്കോ കുക്കിൽ വന്നിട്ടുള്ള ബെസ്റ്റ് എപ്പിസോഡായിരുന്നു. അത്രയും ഫണ്ണായിരുന്നു. കുക്കിങ്ങിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഷടപടേതാണ് കാര്യങ്ങളൊക്കെ നടന്നത്. വാചകവും പാചകവും എല്ലാം കൊണ്ടും മിക്സ്ഡ് ആയിട്ടുള്ള പാട്ടും എല്ലാം കൊണ്ടും ഭയങ്കര ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എപ്പിസോഡും കൂടെ നമുക്ക് കിട്ടുകയാണ് ചേട്ടന്റെ കൂടെ. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്താലോ? വീണ്ടും ഒന്നുകൂടെ പറയാം, എല്ലാരും ഒന്ന് ഉഷാറാവൂ. വരാൻ പോകുന്നത് ഞാനുണ്ട്. അത് ഉറങ്ങിയിട്ടില്ല. അല്ലല്ല, ഞാന് ഇത് നേഹയുടെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അല്ലല്ല സാറേ, നമ്മൾ ഈ ഇങ്ങനെയുള്ളൊരു നിൽക്കുമ്പോൾ നമ്മളെ ഷെഫ്മാരുടെ ഏറ്റവും വലിയൊരു സംഭവമുണ്ട്. എന്തെങ്കിലും കയ്യില് കുട്ടിയെ പേടിച്ചു പോകും. ഇന്നത്തെ ഷർട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഇതിപ്പോ ആരാന്ന് ചേട്ടൻ മനസ്സിലായോ? ആരാണ് ഇങ്ങനെ? ഞാൻ നിന്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നത് 1-2 എപ്പിസോഡ് കണ്ടപ്പോഴേ അതൊരു പുതിയ കിട്ടിയില്ല. നീ ഇച്ചിരി ഒന്ന് ഹാർഡായി പോയത് നിന്റെ 1-2 കൂട്ടുകാരെ. അപ്പൊ ഇന്നത്തെ ദിവസം വളരെ മര്യാദയ്ക്കുള്ള ഒരു. പക്ഷെ കുട്ടിയുടെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞ് നിനക്ക് പറ്റിയ ഒരാളായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വളരെ അനുസരണയുള്ള നേഹ പറയുന്നത് എന്താണ്? അല്ല, ഒരു പ്രോഗ്രാമിന്റെ ആങ്കറാണ് ഇതിന്റെ എല്ലാം. കാര്യം ഞാൻ എത്രയോ പരിപാടികൾ ആങ്കർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആങ്കറുടെ ഇഷ്ടം എന്താണെന്ന് നോക്കി അതിന് മാത്രം പെരുമാറുന്ന താങ്കൾക്ക് വിധേയനായ ഒരു ഉപകരണമായി ഞാൻ ഇന്ന് മാറും. നമ്മൾ ഇന്നത്തെ ഡിഷിനെ പറ്റി പറഞ്ഞില്ല. എന്താണ് നമ്മുടെ ഡിഷ്? നമുക്ക് ടൈഗർ പ്രോൺസ് ആണുള്ളത്. നമ്മുടെ ഡിഷ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല അല്ലേ, പിന്നെ വേറെ എന്തൊക്കെയുള്ള ഒരു പൊടികളും സോസ്, ബട്ടർ അല്ല, ഇതിനകത്തൊന്നുമില്ല. ഒരു പൊടികളും ഇല്ലാണ്ട് കുട്ടികൾക്ക് നമുക്ക് വീട്ടിലെങ്ങനെ തട്ടിക്കൂട്ടി ഒരു ഷ്രിമ്പ് ചെയ്യാം. അതും പ്രത്യേകിച്ച് നമ്മളിവിടെ സ്കാംപിയ എന്ന് പറയുന്ന ബേസിക് ഡിഷിന്റെ ഒരു ഫോമാണ് ഇവിടെ എടുത്തിട്ട് വീണ്ടും അത് എവിടുത്തെ ഡിഷാണ്? ഒരു കോണ്ടിനെന്റൽ ഡിഷാണ്. പല ഫോർമാറ്റിൽ ചെയ്യാം. ശരി, അതിന്റെ ഒരു ഒറിജിനൽ ഒരു പ്രത്യേക പ്ലേസ് ഒന്നും ഇല്ല. നമുക്ക് ഇപ്പം ഷ്രിമ്പ് ബേസിക്കലി കോണ്ടിനെന്റൽ എന്ന് പറയുമ്പോൾ ഒരു ഇറ്റാലിയൻ ടച്ച് ഉണ്ടാവും. ഇതിനകത്ത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് മെക്സിക്കൻ സോസാണ്. സോസ് മാത്രമേ ഉള്ളൂ. മെക്സിക്കൻ സോസ്. ഞാൻ അതാണ് നോക്കിയത്. ഇതിനകത്ത് ഈ എന്താണ് ചതച്ച മുളക് ഒഴിച്ച് ബാക്കി ഒരു തരത്തിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ടബാസ്കോ എന്ന് പറയുന്ന മെക്സിക്കൻ സോസാണ്. മെക്സിക്കൻ ഡിഷാണെന്ന് ചോദിച്ചാൽ അപ്പൊ ഇത് കോണ്ടിയാണ്. ഒരു ഇന്റർനാഷണൽ പരിവേഷം കൊടുത്തത്. അതിനെ നമ്മൾ കേരളീകരിക്കാൻ പോകുന്നത് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന വൈൻ എന്ന് പറയുന്നത് തെങ്ങും കള്ളാണ്. അതെ, ഡിഷിന്റെ പേരൊന്നുകൂടെ കേരളീയൻ സ്റ്റൈൽ ഷ്രിംപ് സ്കാംപിയ. കേരളീയൻ സ്റ്റൈൽ ഷ്രിംപ് സ്കാംപിയ. അതെ, നമ്മള് ബട്ടർ ഇട്ടിട്ട് പ്രോൺസ് ഇട്ടാൽ മതി. അതിലേക്ക് പ്രോൺസ് ഇടാം. ഇതെല്ലാം ഞാൻ ഓട്ടിച്ചോണ്ട് പോവേ. ഈ ഡിഷുകളെല്ലാം പ്രോൺസ് നമുക്ക്
കേരളീയ സ്റ്റൈൽ ഷ്രിംപ് സ്കാംബിയ. നീ ആ പ്ലാവിന്റെ ചോട്ടിൽ ചെന്നിരുന്ന് പഠി. നമ്മളിതിനകത്ത് ഞങ്ങൾ വിളിക്കാം. നമ്മൾ ജസ്റ്റ് സോൾട്ട് ചെയ്യാൻ പോകാം. സോൾട്ട് ചെയ്യണം. സോൾട്ട് 5 പീസ് ഇട്ടാൽ മതിയല്ലോ ഷെഫേ? ഓ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഒരു മൂഡ് അനുസരിച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന കുക്ക് വെയർ എന്ന് പറയുന്നത് ഷെഫ്ലയുടെ കുക്ക് വെയർ ആണ്, ട്രൈപ്ലൈ കുക്ക് വെയർ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 3 ലേയേഴ്സ് ഉണ്ട്. മിഡിൽ പോർഷനിലായിട്ടാണ് അലൂമിനിയം വരുന്നത്, അതുകൊണ്ട് തന്നെ കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ എല്ലായിടത്തും ഭയങ്കര ഈവൺ ആയിട്ടാണ് ഹീറ്റ് ഉണ്ടാവുക. സോ കുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ അവൻ, ഗ്യാസ്, ഇൻഡക്ഷനിലൊക്കെ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഒരു അടിപൊളി കുക്ക് വെയർ ആണ്. ഓക്കെ, എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു. കാര്യം ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ സോൾട്ടഡ് ആണ്. ബട്ടർ ഇട്ടു, പ്രോൺസ് ഇട്ടു, കുറച്ച് ഉപ്പ് ഇട്ടു. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതിന് തിരിച്ചിട്ടു. അതെ, ഇനി ഇതിനെ മലയാളീകരിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ആ പ്രോൺസിന്റെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നു. നിന്റെ വർത്താനം കേട്ടിട്ട് തള്ളിയതാണ്. അതായിരിക്കും ചിലപ്പോ. വെളിച്ചെണ്ണ നമ്മൾ മലയാളീകരിക്കും. കേരള സ്റ്റൈൽ വരുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ടച്ച് കൊടുക്കാം. യെസ്, അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് കേരള ഡിലൈറ്റിന്റെ കോക്കനട്ട് ഓയിലാണ്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവറിൽ നമുക്ക് കാണാൻ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഓയിലാണ്. അത്രയും ഒട്ടും കെമിക്കൽസോ ടോക്സിൻസോ ഒന്നും ഇല്ലാത്ത ഒരു നല്ല ഓയിലാണ്. അതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഷ്രിംപ് വെന്ത് എന്ന് അറിയുന്നത് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? പറഞ്ഞു കൊടുക്കുക ഷെഫ്. എന്തിനാ പറഞ്ഞു കൊടുക്കണം? അത് ചേട്ടനോ ഓൾറെഡി നിങ്ങൾ രണ്ടുപേർക്കും എനിക്ക് പറഞ്ഞാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞത്. ഷ്രിംപ് എങ്ങനെ വെന്തു എന്നറിയും. പ്ലേറ്റ് രണ്ടെണ്ണം റെഡി ആയിക്കോണം. അതിന്റെ തലയും വാലും കൂടെ ഒട്ടണം. വെന്ത് കഴിഞ്ഞു വെന്തതായി നമുക്ക് അനുമാനിക്കാം. ഇങ്ങനെ ചുരുണ്ടിങ്ങനെ തലയും വാലും തൊട്ട് കഴിയുമ്പോൾ ഇതുകൊണ്ടാണ് ചില ആളുകൾ അടിച്ച് പിറ്റാകുമ്പോൾ അടിച്ച് കൊഞ്ചാവുന്നു എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഷ്രിംപിനെ എടുത്ത് മാറ്റി വയ്ക്കുന്നു. പ്രീ ഡിഗ്രിക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിന് എൻ്റെ കൂടെ പഠിച്ച മഞ്ജു, ഞങ്ങൾ 5 പേരുണ്ട്. മഞ്ജു ആണ് ഏറ്റവും പഠിക്കുന്ന കുട്ടി. അപ്പൊ പ്രാക്ടിക്കൽ ചെയ്യാൻ നേരത്ത് മഞ്ജു എന്ത് കാണിക്കോ അതുപോലെ ഞങ്ങൾ 4 ആണുങ്ങൾ പഠിക്കും. അല്ലാതെ ഒരു തേങ്ങ പോലെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. മനസ്സിലായി. ഇതിന്റെ ഇടയിൽ മഞ്ജു വെറുതെ മൂക്കിൽ പിടിക്കുക, നമ്മൾ വെറുതെ മൂക്കി പിടിക്കും. അതും ഞങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ പ്രീ ഡിഗ്രി പ്രാക്ടിക്കൽ ജയിച്ചത്. ഏത് പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു? പ്രീ ഡിഗ്രി പ്രാക്ടിക്കൽ ബോട്ടണി. മറ്റേ ഇല കീറുക പരിപാടികളൊക്കെ. അതായത് സ്റ്റെം ആൻഡ് റൂട്ട്. വർഷങ്ങൾക്ക് ശേഷം ഈ മഞ്ജുവിന് കേരള യൂണിവേഴ്സിറ്റി BSc ബോട്ടണിക്ക് ഫസ്റ്റ് റാങ്കായി. ഞാൻ BSc ഒന്നുമല്ല പോയത് പിന്നീട്, അതിന്റെ കഥ പറയണ്ട. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഈ പ്രാക്ടിക്കൽ മഞ്ജു ഇതുപോലെ ഈ സ്റ്റെം റൂട്ടും കറക്റ്റ് കേട്ടോ ഷെഫ്. ഇത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് അളവാ. ഇത്ര സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്ര സെന്റിമീറ്റർ അത്രയും കട്ട് ചെയ്തെടുത്തിട്ട് ആ സെല്ലിനെ ഇങ്ങനെ അറിയണ്ട. പ്രീ ഡിഗ്രി വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദുബായിലേക്ക് ഒരു ഷോയ്ക്ക് പോയപ്പോൾ ഷോ കഴിഞ്ഞ് സ്റ്റേജിന്റെ പിറകിലേക്ക് മഞ്ജു ഓടി വരുന്നു. കയ്യിലൊരു കുട്ടി, റിസർവിൽ ഒരു കുട്ടി, പിന്നെ ഭർത്താവ് ഓടി വരുന്നു. ഞാൻ അതിശയിച്ചു. ഞാൻ പറഞ്ഞു മഞ്ജു എന്ത് ഇവിടെ? അത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പം നീ നാട്ടിൽ ജോലി? ഇല്ലടേ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാനിങ്ങ് പോന്നു. അപ്പൊ ഞാൻ അതിശയത്തോടുകൂടി പറഞ്ഞു മഞ്ജു ബോട്ടണി 1ാം റാങ്കുകാരിയായ മഞ്ജു. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വലിയ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടേറിയറ്റിലോ അവിടെയോ എവിടെയോ ബോർഡ് വെച്ച വണ്ടിക്കകത്തോ എവിടെയെങ്കിലും മഞ്ജുവിന്റെ കഥ കേട്ടോണ്ടിരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും വലിയ ഡിപ്പാർട്ട്മെന്റില് ഒരു ഹെഡായിട്ടിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. നിനക്ക് ഓർമ്മയുണ്ടോ? മനസ്സിലായി. നിനക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് നീ കട്ട് ചെയ്ത സ്റ്റെമ്മും റൂട്ടും കണ്ട് കാണാതെ പഠിച്ച് അത് കോപ്പി അടിച്ചാണ് ഞങ്ങൾ പരീക്ഷയ്ക്ക് ജയിച്ചത്. കോപ്പി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഓർമ്മയുണ്ട് നീ എന്ത് മനോഹരമായിട്ടാണ് സ്റ്റെം റൂട്ട് കട്ട് ചെയ്യണത്. ഉടനെ പകുതി വിഷമത്തോടുകൂടി മഞ്ജു പറയുന്നു അന്ന് ഞാൻ അത് ചെയ്തത് നന്നായിട്ടേ. ഇപ്പം എന്റെ ഭർത്താവിന് പയർ മെഴുകുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊ അങ്ങനെ കറക്റ്റായിട്ട് കേട്ടപ്പോ ഇതിപ്പോ തമാശക്ക് പറഞ്ഞാണെങ്കിൽ അന്ന് ഇച്ചിരി വിഷമമായി. പകുതി വിഷമവും പകുതി നമ്മൾ ബട്ടർ കുറച്ചുകൂടെ ആഡ് ചെയ്യണോ? ഓൾസോ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് ഒന്ന് ജസ്റ്റ് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാം. നമ്മളത് പ്രോൺസ് ഷ്രിംപ് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ബട്ടറിലേക്ക് വെളുത്തുള്ളി, ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പൈനാപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ കാന്താരിമുളക് ആഡ് ചെയ്യുന്നു. അതിനിടയ്ക്ക് നമ്മൾ എന്തൊക്കെയായിരുന്നു ആഡ് ചെയ്തത്? വേറെ എന്തൊക്കെയായിരുന്നു ആഡ് ചെയ്തത്? ഞാൻ നോക്കിയിട്ട് ഞാൻ കഥ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നാരങ്ങ അത് ഭയങ്കര നൈസായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടത്. ഭയങ്കര ചെറുതായിട്ട്
നാരങ്ങയുടെ തൊലി. എന്താ സെസ്റ്റാ? നാരങ്ങയുടെ തൊലി, നമ്മൾ സെസ്റ്റ് എന്നാണ് പറയാ. നാരങ്ങത്തോലി. അപ്പൊ അത് നമ്മൾ ഇട്ടു. എന്നിട്ട് നമ്മളൊന്ന് എന്താ പറയാ, സോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. തെങ്ങുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളെ സാധനം തെങ്ങുകളിലാണ് ഉപയോഗിക്കുന്നത്. 2-3 സ്പൂണോ? 3-4 നമുക്ക് 4 സ്പൂണാണ് ഇട്ടത്. നമ്മൾ വൈൻ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വിനീഗർ ഉപയോഗിക്കാം. നമുക്ക് ഇത് തൊടിയും ഒരു വിനീഗറാണ് ആക്ച്വലി. വിനീഗർ. ഇത് പഴകി വരുന്ന സുർക്ക എന്ന് പറഞ്ഞ സാധനമുണ്ടോ? കറക്റ്റ്. വിനീഗർ അല്പ പഞ്ചസാര അല്ലേ ഒന്ന് കാരമലൈസ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് നമ്മൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അമ്മ ശ്രദ്ധിച്ചല്ലോ. വേറെ ഒന്നുമില്ല. അതെ, നാച്ചുറൽ സാധനങ്ങളാണ്. ജസ്റ്റ് ഒരു പിഞ്ച് ഓഫ് ഷുഗർ ഇൻട്രസ്റ്റിങ്ങിന് വേണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു ഷുഗർ ടേസ്റ്റി ആയിട്ടുള്ള സാധനം അല്ല, സ്പൈസി ആണ്. അതാ സോസ് വരുമ്പം ഒരു ടാങ്കിനെസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടബാസ്കോ സോസ് 2 സ്പൂൺ. എന്ത് സോസാണെന്ന് ടബാസ്കോ ടബാസ്കോ. ഇത് നമുക്ക് സൂപ്പർമാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടൂലേ? ടബാസ്കോ സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെക്സിക്കൻ സോസാണ്. ഇതൊക്കെ സമയത്ത് വായിൽ വരുമോ? അതാ ടബാസ്കോ. ഈ ഡിഷിന്റെ പേരെന്തായിരുന്നു? കേരള സ്റ്റൈല് ഷ്രിമ്പ് സ്കാംബിയ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു, കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫൈനലിലേക്ക് കയറാണ്. ഓക്കെ, ഡൺ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് കൊഞ്ചായിട്ട് വെച്ചേക്കുന്ന കൊഞ്ചിനെ എടുത്തിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് ആഡ് ചെയ്യണം. ആഹാ, നല്ല മണം വരുന്നുണ്ട്. ഇരിക്കാനല്ല, ആക്ച്വലി ഞാൻ ഈ എപ്പിസോഡിൽ ഇവിടെ ഇരുന്നാലോ എന്ന് വിചാരിച്ചു. ബിക്കോസ് എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഫൈനലിലായി. കഴിഞ്ഞു. അപ്പോൾ ഇത് എപ്പിസോഡ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ എപ്പിസോഡിലാണ് ഒരു അവസരം കൊടുത്തില്ല കുട്ടിക്ക്. ഇപ്രാവശ്യം ഞാൻ ചോദിച്ചു വാങ്ങിക്കുകയാണ്, കുട്ടി പാട്ട് പാടാം. ആദ്യം ആകാശമായവളെ കേട്ടതിന് ശേഷം പാടിയാലോ? അല്ലല്ല, നീ അത് പാടിയതിന് ശേഷമാണ് നീ ആകാശത്താണ് ഭൂമിയിലാണെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. നീ തന്നെ ആദ്യം. ഓക്കെ, ഞാൻ പാടാം. നല്ലൊരു ഓക്കെ, ഞാന് നീ ആണെന്നുള്ള നീ ഹിമമഴയെന്ന് പറഞ്ഞ പാട്ട് പാടാൻ. എടാ ഞാൻ വെടി വെച്ചിട്ടോ നാക്കണ്ടത്, നീ ഒന്ന് പാട്. അപ്പൊ ആൾക്കാർക്ക് അറിഞ്ഞൂടെ നീ ഹിമമഴ? അല്ല, നീ ഹിമമഴ എന്ന് പറയാതെ പാടിക്കഴിഞ്ഞാൽ അത് വേറെ മാറും. ഓക്കെ, നീ ഹിമമഴയായി. ഓക്കെ, നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തോടൂ, ഈ നനനന സദാ പ്രണയം നനനന ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എന്നെ കൈ നിടാതെ എൻ ജീവനിൽ അകമേ പൂവിടുന്നു നിൻ മുഖം മകളെ, മാനിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ. കഴിഞ്ഞു. മനോഹരം. താങ്ക് യു. വളരെ വളരെ മനോഹരമായിരുന്നു. താങ്ക് യു. ഇനി ആകാശമായവളെ നമുക്ക് കേൾക്കാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തൊട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക അത് കേൾക്കാൻ വേണ്ടിട്ട്. ഉടലും ചേർന്നുപോയി, ഉയിരും പകുത്തുപോയി, ഉള്ളം പിണഞ്ഞുപോയി, ഒറ്റയ്ക്കിരുന്നെത്ര കാറ്റു ഞാനേൽക്കണം നീയാം നോവുമായി, ഓർമ്മയിലാഴ്ന്നെത്ര കാതങ്ങൾ താണ്ടണം നീയാം തീരമേകാ.
സൂപ്പർ. എന്തായിരുന്നു ഫീല്? അടിപൊളിയായിരുന്നു. അപ്പൊ ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് വരുന്ന മെഡ്ലി പോലെ വേറെ എത്ര പാട്ടുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? 2 എണ്ണം കൂടെ. അതേതാ? ഇത് തന്നെ മുളിക്കോ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുട്ടാത്മാവിനുള്ളിൽ. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസകണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യമായി. നമുക്കിതിങ്ങനെ എടുക്കുക. കേരള സ്റ്റൈല് ഷ്രിംപ് സ്കാംബിയ. മറന്നുപോയില്ലേ? ഓ, ചൂടൊന്നുമില്ല. നോക്കട്ടെ. എടുക്കുക, തലേന്ന് ഇവിടെ എടുക്കുക. ആഹാ, നല്ല എന്തൊക്കെ ഫ്ലേവേഴ്സ് ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാം, പ്രത്യേകമല്ല, ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ വായിക്കകത്ത് വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ തെളിഞ്ഞു വരും. ചിലതിൻ്റെ ഒരു പ്രശ്നമൊന്നുമല്ല, ചിലപ്പോൾ അത് മെറിറ്റായിരിക്കും, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല. ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ പുതിയൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും, പക്ഷെ പഴയ സാധനത്തിന് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരുമിച്ച് കൂടിച്ചേരുമ്പോഴും ഒരു പുതിയ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഷ്രിമ്പിന്റെ ടേസ്റ്റ് വരില്ല, പക്ഷേ എല്ലാ സാധനങ്ങളും പവിത്രം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി കാണിക്കും. സംഘട്ടനം, ത്യാഗരാജ്, അതുപോലെ മറ്റേ ചേർത്ത വെളുത്തുള്ളി സാധനം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ടർ ടോസ്റ്റഡ് ബ്രെഡ് അതിൽ മുക്കി, ഇതാണ് അതിന്റെ പവിത്രത. ഈ കൊച്ചുകൾ കൊടുക്കുന്നത് ഞാൻ ബാധോടക്കണം, അതും ബാധോടക്കണം. ഞാൻ ഉണ്ടാക്കിയത് ആദ്യം കഴിക്കാത്തതെന്നറിയാം. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഇന്നത്തെ ഞാൻ കഴിച്ചോളാം. താങ്ക് യു. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ എൻ്റെ കൂടിച്ചേരലില്ലായ്മ അതിനകത്തുണ്ട്. അതിൽ ഇതിൽ പുളി ശകലം കൂടുതലല്ലേ? എന്നാലും നമ്മൾ എത്തിയില്ല, ഫസ്റ്റ് ടൈം അല്ലേ. എന്റെ മോനെന്ന് കാണാൻ തന്നെ എന്റെ പ്രായിക്കൊല്ലും. അപ്പൊ ഇതിന്റെ ആളാ പ്രോൺസിന്റെ ആണോ? സോൾട്ടിന്റെ കുറവുള്ളൂ. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലെ പറഞ്ഞു ഷെഫ് നാളൻ അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെരിറ്റ് എന്ന് പറയുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടൻ വിഭവങ്ങളുടെ അക്കാഡമിക് ലെവലിലേക്ക് ആ സാധനത്തിന് കുറച്ചുകൂടെ ഡെപ്തിലി പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ അതിനൊരു ടൈറ്റിലെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നാടൻ വേഴ്സസ് മോഡേൺ.
കാര്യം ഇലയുടെ എന്ന് പറയുന്ന സാധനത്തിൻ്റെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം പുതിയ കുട്ടികളെ കൂടെ പുതിയ ജനറേഷനെ കൂടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് ചെയ്തത്. അതേസമയം ഒരു ഇലയുടെ ഉണ്ടാക്കി കൊടുത്താൽ ആ ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മയ്ക്ക് അത്രയ്ക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് കുട്ടി കൊടുക്കില്ല. ഒപ്പം ആ ഇലയുടെ തിന്നാനുള്ള ഇൻട്രസ്റ്റും വളരെ കുറവായിരിക്കും. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത ആ ഇലയുടെ കഴിഞ്ഞ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നാൽ അത് കുറച്ചുകൂടെ മോഡേണൈസ്ഡ് ആവുകയും ചെയ്തു. എന്നാൽ ഇൻഗ്രീഡിയൻസിന് ഒരു വ്യത്യാസമില്ല, ഹെൽത്തിയാണ്. നമുക്ക് കാണേണ്ടി വരും ഒരുപാട്. കാരണം ഈ ഡിഷസ് ഇപ്പം 4 മണിക്കാട്ടിൽ നമ്മളെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് അടുത്ത റെസ്റ്റോറൻറ്റ് ഇന്നിപ്പോൾ താങ്കൾ ഇവിടെ വന്ന് ഒരുപാട് ഷാപ്പുകളും ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഒക്കെ അല്ലേ എന്നെ പറ്റി കേട്ടിട്ടുള്ളൂ. അപ്പം നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡ് ഇന്ന് താങ്കൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കും അല്ലേ? ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് നല്ലതാണ്. അപ്പം അത് നമുക്കൊരു ഭയങ്കര അഭിമാനമാണ്. ഒരുപാട് സന്തോഷം. ഒരു നാടൻ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. നമുക്ക് ശരിക്കും ആ പാട്ട് എന്നാലും അവസാനത്തേക്ക് വെച്ചാലോ, ലാസ്റ്റിലേക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഗിഫ്റ്റ് സെഷനിലോട്ട് കടക്കാം. ഇതാണ് നമ്മുടെ മേജർ പുട്ടുപൊടി നൽകുന്ന നല്ലൊരു സമ്മാനം. താങ്ക് യു. ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ടാണ്. 3 മാസത്തേക്കുള്ള പുട്ടുപൊടി. തീർച്ചയായിട്ടും ഞങ്ങൾ 3 പേരിലേ ഉള്ളൂ. 3 വർഷം എടുക്കും. കേരളത്തിന്റെ തനത് രുചി മനസ്സിനെന്ന സംതൃപ്തിയുടെ പ്രൊഡക്റ്റ് ആണ് പയ്യോളി മിക്സ്ചർ. കേരള നേച്ചേഴ്സ് പ്രീമിയം ബനാന ചിപ്സ്. നമ്മുടെ നന്നായി കഴിക്കാൻ 2 ഫ്ലേവേഴ്സ് ഉണ്ട്. പെറി പെറി, സ്വീറ്റ് ഹണി, അങ്ങനെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGU പാത്വേഴ്സ് നൽകുന്ന ഒരു ചേട്ടന് മതി. വീട്ടിൽ ഓൾറെഡി പുള്ളിക്ക് ടോയ്ലറ്റ് ഉണ്ട്. മക്കളെ ഇത് നേരത്തെ വെച്ച് ഇത് ഇല്ലാതാക്കണേ, പുതിയതുണ്ട്. 85 വർഷത്തെ പാരമ്പര്യത്തോടു കൂടെ നമ്മുടെ ജോൺസന്റെ കോഫി ആൻഡ് ടീ പൗഡർ ഓരോ പ്രഭാതവും സുന്ദരമായിരിക്കും. എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. തെളിഞ്ഞ കവറോടെ നിറഞ്ഞ മനസ്സോടെ കോക്കനട്ട് ഓയിൽ ഫുൾ തെളിഞ്ഞിരിക്കട്ടെ. നമ്മൾ ഇന്ന് കുക്ക് ചെയ്ത് ഇത് നമ്മുടെ പാന് ഷെഫ്ലയുടെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഗിഫ്റ്റ്. ഷെഫ്ലെ കുക്ക് വെയർസിന്റെ ഗിഫ്റ്റ്. വില കുറവിൽ കണ്ണുവെക്കാതെ ക്വാളിറ്റിയിൽ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺഫിഡന്റ് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ആണ്. സ്കിന്നിന് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത ഡോക്ടർമാർ തയ്യാറാക്കുന്ന നമ്മുടെ അലോറെക്സിയറിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കേരള സ്റ്റൈൽ ഷ്രിംപ് സ്കാംബിയ റെഡിയായി. നമ്മുടെ ഡിഫറെന്റ് ടേസ്റ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പൊ ഇനിയും ഇങ്ങനത്തെ വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും കുട്ടിക്ക് യാത്ര പറയുന്നു. ബൈ ബൈ ബൈ. സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു. ഷെഫ് നാളൻ. നാടൻ പാട്ട് നമുക്ക് എന്തിനാടി പൂമ്പൊടിയേ കറി നീ കരയണത്, ഇപ്പ വരും പൊന്നും പൊടിയേ. എന്തിനാടി പൂമ്പൊടിയേ കറി നീ കരയണത്, ഇപ്പ വരും പൊന്നും പൊടിയേ. കാതിരമ്പിക്കാരമുള്ളോണ്ട് കാതൊരു കുത്തണ നേരം, കാതിരമ്പിക്കാരമുള്ളോണ്ട് കാതൊരു കുത്തണ നേരം. നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതിയിട്ട പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതിയിട്ട പൊന്നേ. കൈതോല പായ വിരിച്ച് പായേലൊരു കുരിച്ച് കാത് കുത്താനെപ്പ വരും എൻ്റെ അമ്മാവന്മാര് പൊന്നേ, കാത് കുത്താനെപ്പ വരും എൻ്റെ അമ്മാവന്മാര് പൊന്നേ. ഒന്നുകൂടി ശരി എന്നാ. ബൈ.